സാർ നമസ്കാരം. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ പുതിയ അച്ചുതണ്ടുകൾ രൂപം കൊള്ളുന്നു എന്നുള്ളതിന്റെ സൂചനയായി തന്നെയാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ കേരളത്തിൽ നിന്നും ഉള്ള കൂടുതൽ എംപിമാരെ ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പിടിവലി നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. കണ്ണൂരിലെ തലമുതിർന്ന നേതാവായ കണ്ണൂരിലെ സിംഹം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കെ. സുധാകരനും കെ.സി. വേണുഗോപാലിനോടൊപ്പമുണ്ട്, മറ്റു ചില എംപിമാരുമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇതിനെതിരെ വി ഡി സതീശനാകട്ടെ അല്ലെങ്കിൽ വി ഡി സതീശൻ ക്യാമ്പാകട്ടെ മറ്റു തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഹൈക്കമാൻഡും തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരും UDF-ന്റെ ഘടകകക്ഷികളും എല്ലാവരും ചേർന്ന് അഭിപ്രായ സമന്വയത്തിലെത്തി അങ്ങനെ ഒരു ആളെ തെരഞ്ഞെടുക്കും എന്ന് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വി ഡി സതീശൻ വ്യക്തമാക്കിയത്. രമേശ് ചെന്നിത്തലയും ഇതിൽ നിന്ന് വിഭിന്നമായ ഒരു അഭിപ്രായമല്ല പറഞ്ഞത്. ഇപ്പോ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാടിന് നടുക്കിയ ദുരന്തമാണ് തൃശ്ശൂരിൽ ഇന്നലെ ഉണ്ടായത്. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് 18 കിലോമീറ്റർ മാത്രം ദൂരെ നടന്ന തൃശ്ശൂർ പൂരത്തിന് വേണ്ടി ഒരുക്കിയ സാമ്പിൾ വെടിക്കെട്ട് അത്രയും പൊട്ടിത്തകർന്ന് നമ്മൾ ഈ വാർത്ത പറയുന്ന സമയം വരെ 14 ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 14 പേരോളം അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുണ്ട്. അതിൽ തന്നെ 5 പേരുടെ നില അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് പറയുന്നു. ഈ സന്ദർഭത്തിൽ തൃശ്ശൂരിൽ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനും ദുരന്ത ബാധിതർക്ക് ആശ്വാസം പകരുന്നതിനും വേണ്ടി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ രമേശ് ചെന്നിത്തലയും KPCC-യുടെ മുൻ വക്താവുമായ മുതിർന്ന നേതാവുമായ VM സുധീരനുമെല്ലാം ഒരുമിച്ചാണ് തൃശ്ശൂരിലെത്തിയത്. മാധ്യമങ്ങളെ കണ്ടതും ഒരുമിച്ച് തന്നെ. പുതിയ അച്ചുതണ്ടുകളും സമവാക്യങ്ങളും രൂപം കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഈ സാഹചര്യത്തിൽ ഇവരുടെ 3 പേരുടെയും ഒരുമിച്ചുള്ള ഈ വാർത്താ മാധ്യമത്തിന് മുന്നിൽ വന്നുകൊണ്ടുള്ള പ്രസ്താവനയെക്കുറിച്ചും ആ കൂട്ടായ്മയെക്കുറിച്ചും എന്താണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലും ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 140 മണ്ഡലങ്ങളിലും സന്ദർശിച്ച് ഓരോ മണ്ഡലത്തിൻ്റെയും പൾസ് കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അങ്ങയുടെ അഭിപ്രായം? അതായത് കേരളത്തിൽ പല സന്ദർഭങ്ങളിലും ഇടതുപക്ഷ മുന്നണിയിലാണെങ്കിലും ഭരണപക്ഷ മുന്നണിയിലാണെങ്കിലും UDF-ലാണെങ്കിലും പലപ്പോഴായിട്ടും കുതികാൽ വെട്ടും അതേപോലെയുള്ള അവകാശപ്പെട്ട കൃത്യമായി പ്രവർത്തിച്ചവരെ നിഷേധിച്ചുകൊണ്ട് പുതിയ ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നതും നടക്കാറുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് 2006 പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെ VS അച്യുതാനന്ദന് മത്സരിക്കാൻ പോലും സീറ്റ് കൊടുക്കാതെ കളിച്ചത്. അന്ന് ജനരോഷം കൊണ്ടാണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് തീരുമാനമെടുക്കേണ്ടി വന്നത്. തീരുമാനമെടുത്ത അവസാനം VS അച്യുതാനന്ദൻ മത്സരിച്ചു, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു. ഇതിപ്പോൾ 2016 VS അച്യുതാനന്ദനെ മുന്നിലിറക്കി പ്രചരണമെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാന്നുള്ള ധാരണയൊക്കെ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ വെട്ടിമാറ്റിയിട്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. ഒരു വർഷക്കാലം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകും എന്ന സ്ഥലത്താണ് അവസാനം VS അച്യുതാനന്ദനെ വെട്ടിയിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. പിന്നെ സകലരെയും വെട്ടി മാറ്റി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഈ കഴിഞ്ഞവരെ 10 വർഷം കേരളം ഭരിച്ചത്. അതൊരു ഇടതുപക്ഷമാണെങ്കിലും നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. കാരണം കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കോരിയ ശേഷം അതിൻ്റെയൊക്കെ അവകാശി വേറെ ആളാണെന്ന് പറയുന്ന രൂപത്തിലാണ് ഇപ്പം കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ആദ്യത്തെ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല സ്തുത്യർഹമായ സേവനമാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രൂപത്തിൽ നടത്തിയത്. പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ട് ജനങ്ങളുമായിട്ടും കോൺഗ്രസിന്റെ സംഘടനാപരമായിട്ടും ഡെവലപ്പ് ചെയ്യാൻ UDF-നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഇത് രണ്ടും നടത്തിയിട്ടുള്ള ഒരാളാണ് വി ഡി സതീശൻ. 2021 അദ്ദേഹത്തിന് അവസരം കിട്ടിയ മുതൽ ഓരോ ഘട്ടങ്ങളായി സംഘടനയെ ശക്തമാക്കുന്നതിൽ KPCC-യുടെ ഒരു ഭാഗത്ത് അവിടെ നടക്കുമ്പോൾ ഇപ്പുറത്ത് തൻ്റെതായ സ്വന്തം കഴിവുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് കേരളത്തിലെ UDF-നെ ഭരണത്തിലെത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണം ഒരുക്കി. 4-5 ഉപതെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം നേടിയെന്ന് മാത്രം 5-6 ഇരട്ടി വോട്ടിന് വിജയം നേടിക്കൊടുത്തു എന്ന് മാത്രമല്ല, അതായത് 99 സീറ്റോടെ അധികാരത്തിലെത്തിയ പിണറായി വിജയൻ ഓരോ സ്ഥലത്ത് 60,000 50,000 വോട്ടിന ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. കേരള ചരിത്രത്തിൽ ഉണ്ടാവാത്ത വിധത്തിലുള്ള ഭൂരിപക്ഷമാണ് കിട്ടിയിരുന്നത്. എന്നാൽ അതിനെയൊക്കെ മറികടന്ന് പെട്ടെന്നാണ് ഭരണമാറ്റത്തിൽ തിരിച്ചടികൾ വന്നതും പിന്നെ അത് വലിയ ഒഴുക്കായി മാറുകയും അവസാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടക്കം
വൻ നേട്ടം UDF നേടിയെടുത്തത്. ഇതിനൊക്കെ തന്നെ നേതൃത്വം വഹിച്ച് സംഘടനയെ എത്തിച്ച VD സതീശൻ കഴിഞ്ഞ ഒരു പുതുയുഗ യാത്ര വഴി ഒരു വേറെ സന്ദേശം കൂടി കൊടുത്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ VD സതീശന് അഭൂതപൂർവമായ പിന്തുണയാണ്. അദ്ദേഹം ഉയർത്തിയ നിലപാടുകൾക്ക് പൂർണ്ണമായി പിന്തുണയാണ്. UDF അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നു എന്നുള്ള സന്ദേശം കൊടുക്കുകയും അതിനുശേഷം ഉണ്ടായത് പല അതുവരെ VD സതീശന്റെ നേതൃത്വത്തിൽ കൃത്യമായി ഒരു പാനൽ കൊടുത്തതെല്ലാം വെട്ടിമാറ്റി നമ്മുടെ KC വേണുഗോപാൽ കുറെ ആളുകളെ ഇറക്കുകയാണ് ചെയ്തത്. ആ ഇറക്കുന്ന സമയത്തൊക്കെ തന്നെ KC വേണുഗോപാൽ പറഞ്ഞതെന്താ, എനിക്ക് കേരളത്തിലേക്ക് താല്പര്യമില്ല, അവിടെ അവർ നടത്തിക്കൊള്ളും എന്നാണ് പലതവണ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഇലക്ഷൻ കഴിഞ്ഞു, കാര്യത്തിലേക്ക് കടക്കുമ്പോൾ KC വേണുഗോപാൽ പിണറായി വിജയനേക്കാളും കടത്തിവെട്ടുന്ന വില്ലനായിട്ട് മാറുന്നു എന്നുള്ള വാർത്തകൾ വരിക. അത് ശരിയാണോ അല്ലെങ്കിൽ നമുക്കറിയില്ല. 2004 ഈ പറയുന്ന മെയ് 4 തീയതി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പറയാം. പക്ഷെ പുറത്തു വരുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഇതുവരെ ഒറ്റക്കെട്ടായി നിന്നിരുന്ന UDFന്റെ ഉള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുകയും സുധാകരനെ പോലെയുള്ള തലമുതിർന്ന നേതാവിനെ മുന്നിലിറക്കി കേരളത്തിൽ UDFന്റെ ഉള്ളിൽ വലിയ വിള്ളലുണ്ടാക്കുകയും അത് ഭരണപക്ഷത്തിന് LDFന് വലിയ ആയുധമാവുകയും ചെയ്തിരിക്കുകയാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആയുധമാണ്. കാരണം UDFന് ഉള്ളിലുള്ള ഒരു കക്ഷിയെ പോലും അടർത്തിയെടുത്ത് കൊണ്ടുപോകാൻ ആർക്ക് കഴിഞ്ഞില്ല? ഇത്രയും കാലമായിട്ട് NDAക്ക് BJPക്ക് കഴിഞ്ഞില്ല. അതിലെ പ്രമുഖരായ നേതാക്കന്മാരെ അടർത്തിയിരുത്താനും കഴിഞ്ഞില്ല. എന്നാൽ CPMനുള്ളിലെ ഉള്ള അടക്കം പ്രമുഖരായ ആളുകളെ അടർത്തിയെടുത്ത് UDFൽ എത്തിക്കാൻ വേണ്ടിയിട്ട് VD സതീശന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും ഉണ്ടാക്കി. പിണറായി വിജയന്റെ ഭരണം പൂർണ്ണമായി അസ്തമിക്കും എന്നുള്ള അവസ്ഥ എത്തിച്ചു കഴിഞ്ഞു. ഈ അവസ്ഥയിലാണ് നമ്മുടെ KC വേണുഗോപാലിന്റെ രംഗപ്രവേശം. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് K സുധാകരനെ പോലുള്ള തലമുതിർന്ന നേതാവിനെ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന നേതാവിനെ ഇറക്കി കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം കെടുത്തിക്കളഞ്ഞത്. അപ്പം ഈ സന്ദർഭത്തിലാണ് ഇവരിങ്ങനെ ഒരു വില്ലൻ വേഷം അണിഞ്ഞപ്പോഴാണ് രമേശ് ചെന്നിത്തലയും അതേപോലെ VD സതീശനും ഒന്നിച്ചുകൊണ്ട് നമ്മുടെ VN സുധീരന്റെ നേതൃത്വത്തിൽ ഇന്ന് തൃശ്ശൂരിൽ ഒരുമിച്ച് എത്തുകയും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയും. അതിനകത്ത് നമ്മൾ പ്രത്യേകം കണ്ടിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് സംസാരിച്ച ശേഷം രമേശ് ചെന്നിത്തല സംസാരിക്കുന്നതും അതിനുശേഷം ബെന്നി ബെഹനാൻ സംസാരിക്കുന്നതുമായ രംഗമാണ്. അതായത് ഇവർ തമ്മിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നു. ഈ പുതിയ സന്ദേശമാണ് അപ്പോൾ അത് UDF പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതെ, ഇവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നു. ഈ കുതികാൽ വെട്ടിന് ഇവർ തയ്യാറല്ല. ഇവർ രണ്ടുപേരും കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിച്ച് UDFനുള്ളിൽ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഈ സംഭവത്തെ ഇവിടെ കരയ്ക്കടിപ്പിച്ചപ്പോൾ KC വേണുഗോപാൽ അവിടെ നിന്ന് മുകളിൽ നിന്ന് പാരച്യൂട്ടിൽ ഇറങ്ങുന്ന മാതിരി പെട്ടെന്ന് ജമ്പ് ചെയ്ത് കാര്യം നേടാൻ പോകുന്നു എന്നുള്ളതിന് ഒരു തട കൃത്യമായി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള മെസ്സേജ് തന്നെയാണ് ആദ്യമായിട്ടാണ് ഇവരിങ്ങനെ കാണുന്നത്. മാത്രമല്ല സാർ, അതിൽ വേറൊരു പ്രത്യേകത, VN സുധീരൻ എന്ന് പറയുന്ന ശക്തനായ ഒരു നേതാവിന്റെ പിൻബലവും ഇവർക്കുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇതിൽ വേറൊരു പ്രത്യേകത കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ KC വേണുഗോപാൽ AICCയുടെ വക്താവ് കൂടിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിന് വന്നപ്പോൾ ഒരു കാര്യമാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അതായത് നമ്മുടെ ഒരു സംഘനൃത്തമാണ്, ഒരു ടീം വർക്കാണ്. ഇതിൽ നിന്ന് ഒറ്റയ്ക്കൊറ്റ പോയി ആരും സിംഗിൾ ഡാൻസ് കളിക്കരുത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തൻ പോരുമയോടുകൂടി തൻ പ്രമാണിത്വത്തോടുകൂടി വ്യക്തിയാധിഷ്ഠിതമായി ആരെങ്കിലും ഒറ്റതിരിഞ്ഞ് പ്രവർത്തിക്കാൻ പാടില്ല, അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് വളരെ സിംബോളിക്കായി രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത്. ഇവിടെ AICCയുടെ വക്താവായ, അതായത് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ എന്ന് പറയുന്ന KC വേണുഗോപാൽ തന്നെ ഇപ്പോൾ സംഘത്തിൽ നിന്ന് വേർപിരിഞ്ഞ് സിംഗിൾ ഡാൻസ് കളിക്കുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ എത്തിയേക്കണേ? അല്ല, തീർച്ചയായും KC വേണുഗോപാൽ കേരളത്തിൽ കോൺഗ്രസിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ പുകളിൽ നിന്നൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, സ്വാഭാവികമായിട്ട്. പക്ഷെ ഇവിടെ ഡെവലപ്പ് ചെയ്യണം, ഇവിടെ അടിത്തട്ടിൽ വരെ പ്രവർത്തിക്കുന്ന കഷ്ടപ്പെടുന്ന ത്യാഗമനോഭാവമുള്ള പ്ലാനിങ്ങും പ്രവർത്തനവും അറിയാം, ഇലക്ഷൻ എഞ്ചിനീയർ അറിയുന്ന ഒരാൾ തന്നെ വേണം. അതിന് കൃത്യമായ ആൾക്കൊരു നേതൃത്വ പാഠവും അദ്ദേഹത്തിന് ഒരു നിലപാടും ഉണ്ടായിരിക്കണം. ആ നിലപാടുള്ള ഒരാളാണ് VD സതീശൻ ഇന്ന് 5 വർഷം കൊണ്ട് തെളിയിക്കുകയും അതേപോലെ തന്നെ അതിനു മുമ്പത്തെ 5 വർഷം അഴിമതി നടത്തിയ പിണറായി വിജയൻ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ഒരാളുമാണ് രമേശ് ചെന്നിത്തല. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ
പിന്നെ KC വേണുഗോപാലിന് ഒരു പരിപാടിയും ഇവിടെ നടക്കില്ല, ഒരു അരിയും വേവില്ല എന്നുള്ള, പരിപ്പും വേവില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അതായത് കുതികാൽ വെട്ടിലൂടെ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് പാർട്ടിയെ മുന്നിൽ നയിച്ച് ഇവിടെ UDF-നെ ഇവിടെ എത്തിച്ച് എല്ലാ മുന്നണിയിലുള്ള മറ്റു കക്ഷികളെയും കൂട്ടിച്ചേർത്ത് മുന്നിൽ എത്തിച്ച ശേഷം ഇതാ സീറ്റിലേക്ക് ഇരിക്കാൻ പോകുന്ന സമയത്ത് അവിടെ മറ്റൊരു ആള് കയറിയിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് കുതികാൽ വെട്ട് തന്നെയാണ്. KC വേണുഗോപാൽ അങ്ങനെ ഒരു കുതികാൽ വെട്ടിന് പോകുന്നുണ്ടെങ്കിൽ അത് അധികകാലം മുന്നോട്ട് പോവില്ല. പാർട്ടികളിൽ വലിയ സ്പ്ലിറ്റ് ഉണ്ടാവുകയും KC വേണുഗോപാലിന് വലിയ പടയൊരുക്കം ഉണ്ടാവുകയും ചെയ്യും. മുമ്പ് കരുണാകരനും ആന്റണിയും നയിച്ച പോലുള്ള ഒരു സംഭവവികാസം ആയിരിക്കില്ല ഉണ്ടാവുക. ഈവൻ മുസ്ലിം ലീഗ് തന്നെ അത് ചിലപ്പോൾ കാലുമാറി അപ്പുറത്ത് ഭരണത്തിലെത്താൻ സാഹചര്യം അങ്ങോട്ട് ചാടിയുന്നില്ല. അതിനൊക്കെ കാരണക്കാരനായി തീരാൻ പോകുന്നത് KC വേണുഗോപാലാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പൊ KC വേണുഗോപാൽ ഒരു വില്ലനായിട്ട് രംഗപ്രവേശം സിനിമയിൽ കാണാറില്ലേ, അവസാനം വില്ലൻ രംഗപ്രവേശം ചെയ്യുന്നത്, അതുപോലെ ഈ ഇത്രയും കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഉണ്ടാക്കിയ ഈ സംഭവത്തെ തട്ടിയെടുക്കാൻ ഇറങ്ങിയ വില്ലനായിട്ട് തന്നെയാണ് KC വേണുഗോപാൽ വരുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. അത് രാഹുൽ ഗാന്ധിയുടെ വലിയ സപ്പോർട്ടോണ്ടായിരിക്കില്ല. രാഹുൽ ഗാന്ധിയുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ആളാണ് വേണുഗോപാൽ ഇത്തരം പ്രവർത്തി പോവരുത്. അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? നാഷണൽ ലെവല് അദ്ദേഹം നിൽക്കുന്ന ഒരു നേതാവാണ്. നാഷണൽ ലെവല് ലോകസഭയിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. അത് നമ്മുടെ നരേന്ദ്രമോദിയോടൊക്കെ ഏറ്റുമുട്ടാൻ കെൽപ്പുള്ള ആളാണ്. അദ്ദേഹം കേന്ദ്രത്തിൽ ഭരണം ഉണ്ടാക്കി കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഈ കൊച്ചു കേരളത്തിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിന് എന്താണ് ഇപ്പൊ ഇവിടെ വലിയ മലമറക്കുന്ന കാര്യമല്ലേ ഡൽഹിയിലൊക്കെ അദ്ദേഹം ചെയ്യുന്നത്? അല്ല സാർ, ഇവിടെ ഇപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ 140 അല്ലെങ്കിൽ എത്ര MLA തിരഞ്ഞെടുക്കപ്പെടുക, അവരിൽ നിന്നൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ പറ്റാത്തൊരു അവസ്ഥാവിശേഷം രാഷ്ട്രീയപരമായൊരു സാഹചര്യം കേരളത്തിലില്ല. ഇന്ദിരാഗാന്ധി മരണപ്പെട്ട സന്ദർഭത്തിൽ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായെന്ന് പറഞ്ഞൊരു പ്രത്യേകമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. 10 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷത്തെ പിണറായി വിരുദ്ധ വികാരത്തിനെതിരെ പൊരുതി നേടുകയാണെങ്കിൽ ഈ വിജയം ആ വിജയം തന്നെയാണ്. അതിനുവേണ്ടി പ്രയത്നിച്ച ആളുകൾ മാറി നിന്നുകൊണ്ട് മുകളിൽ നിന്ന് പാർട്ടിയെ നിയന്ത്രിച്ച ഒരാൾ വന്ന് പാർട്ടിയുടെ ചെങ്കോലും കിരീടവും കൈയാളുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ UDF വോട്ട് ചെയ്ത അല്ലെങ്കിൽ ആരല്ലാത്ത UDF വോട്ട് ചെയ്ത ആളുകളുടെ വികാരത്തെ പോലും വ്രണപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും ഇത് VD സതീശന്, രമേശ് ചെന്നിത്തലയും VM സുധീരനും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ന് നൽകിയ ഈ ഒരു സന്ദേശം KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ക്യാമ്പിനുള്ള കൃത്യമായ ഒരു നിർദ്ദേശം തന്നെയാണ്, സൂചന തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. നേരത്തെ സാറ് പറഞ്ഞ ആ കാര്യത്തിനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ കേന്ദ്രത്തിൽ കോൺഗ്രസിന് ഭരണം ഉണ്ടാക്കുവാൻ വേണ്ടി അടിത്തറ ഉണ്ടാക്കേണ്ട KC വേണുഗോപാൽ, ദേശീയ നേതാവായ KC വേണുഗോപാൽ, കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ അമിത്ഷായുടെ എല്ലാം ഈ തേരോട്ടത്തിനിടയിൽ ഇനി കോൺഗ്രസിന് കേന്ദ്രത്തിലെ അധികാരത്തിൽ വരാൻ പറ്റില്ല, തൻ്റെ ജീവിതകാലത്ത് ഇനി തനിക്കും ഒരു മന്ത്രിയാവാൻ സാധിക്കില്ല എന്നുള്ളൊരു വ്യാമോഹം കൊണ്ടുകൂടി അല്ലെങ്കിൽ ഒരു നൈരാശ്യം കൊണ്ടാണോ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ മന്ത്രിയാവാൻ വേണ്ടി ശ്രമിക്കണത് എന്നുള്ളത് അറിയില്ല. എന്തായാലും സാറ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് കേന്ദ്രത്തിൽ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി ദേശീയ നേതാവായി പ്രവർത്തിക്കേണ്ട KC വേണുഗോപാൽ കേരളത്തിൽ വന്ന് ഇതുപോലുള്ള അപഭ്രംശങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിലവിലുള്ള കോൺഗ്രസ്സുകാർ കൂടി വലിയ മനോവിഷമം ഉണ്ടാക്കും. അത് കോൺഗ്രസിനെ ശിഥിലീകരിക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. ഈ 5 വർഷത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ള ഒരു അപശബ്ദം പോലും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. ആ സംഘടന വെച്ചടി കയറുകയായിരുന്നു. UDF വെച്ചടി ആ മുന്നണി സംവിധാനം ശക്തമാക്കുകയായിരുന്നു. ടീം UDF എന്ന് പറയുന്ന വാക്ക് തന്നെ ഉച്ചരിച്ചിട്ടുള്ളത് VD സതീശനാണ്. മാത്രമല്ല അതിലെ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആ സാറ്റിസ്ഫൈഡ് ആയി മുന്നിട്ട് അതുവരെ എത്തിച്ച ആൾക്ക് അവസാനം അയാളെ ചവിട്ടി പുറത്താക്കാനുള്ള ഈ വേണുഗോപാലിന്റെ നീക്കം അത് കേരളത്തിൽ വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഭയങ്കര തരത്തിലുള്ള നാളെ മുന്നണി വന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാലും അദ്ദേഹത്തിന് അധികകാലം അവിടെ ഇരിക്കാൻ പറ്റുമെന്ന് കരുതുന്നില്ല. ഈവൺ ഒരു ഇലക്ഷൻ വന്നാൽ പോലും അവസാനം ജനങ്ങൾ വെറുത്തിട്ട് അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഏറ്റവും പറ്റിയ ഇരിക്കൂർ സീറ്റൊക്കെ സജി ജോസഫൊക്കെ ഉണ്ടെങ്കിലും ഇരിക്കൂർ ആയാലും അതിൽ അപ്പുറത്തുള്ള സ്ഥലത്തായാലും കോൺഗ്രസിന്റെ പൊതുവായിട്ടുള്ള വികാരം VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് കൃത്യമായിട്ട് തന്നെ കെ സുധാകരനും അതേപോലെ ശിവകുമാറും അതുപോലെയുള്ള ആളുകളും രമ്യ ഹരിദാസും അതേപോലെ പിന്നെ പ്രകാശ് അങ്ങനെയുള്ള ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പൊങ്കാലിടുന്ന ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം അണപൊട്ടി ഒഴുകിയത് അവർ മനസ്സിലാക്കിയാൽ മതി. അത് ചെറുതായിട്ടൊന്നും ആയിരിക്കില്ല അവർക്കുണ്ടാവുന്ന ഡാമേജ്.
അതോടുകൂടി പിന്നെ കേരളത്തിൽ കോൺഗ്രസും ഉണ്ടാവില്ല, ഒരു മണ്ണാങ്കട്ടി ഉണ്ടാവില്ല. ഇവിടെ BJPക്ക് വരാനുള്ള പല സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് KC വേണുഗോപാൽ എന്ന് പറയേണ്ടി വരും.